welcome back to my channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് an evening in my life ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന്. ശരിക്കും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ രാവിലെ വാക്കിന് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാൻ സത്യത്തിൽ എനിക്ക് അറിവിടാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ ചെയ്യാം കേട്ടോ, ഡേ ഇൻ മൈ ലൈഫ് എന്തെങ്കിലും ഒരിക്കൽ ചെയ്യാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നും നടക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തത്. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. പിന്നെ ഞാൻ വൈകുന്നേരങ്ങളിൽ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു 3 വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ട്. ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട് 2 റീൽസ് ഷൂട്ട് ചെയ്യാനുണ്ട്. പിന്നെ ട്രെയിനിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. യൂട്യൂബ് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല, ഇന്നതിൻ്റെ പ്ലാനില്ല. ഈ കാണുന്ന വീഡിയോ നിങ്ങൾ ഉടനെ കാണുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾ ഉടനെ കാണുന്നതായിരിക്കും. അപ്പോൾ ഞാനിന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്, അതായത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഈവനിങ് ടൈമിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് കാണാൻ പോകുന്നത്. ഈവനിങ് എന്ന് പറയുമ്പോൾ 7:30 ആവാറായിട്ടോ. ഈവനിങ് നൈറ്റ് ആ ഒരു ടൈമിൽ എന്താണ് ചെയ്യുന്നതെന്നാണ് കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു കോർണറിൽ നിന്നാണ്. പക്ഷേ ഇവിടെ ആക്ച്വലി ബെഡാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിതൊന്ന് വീഡിയോ റീഅറേഞ്ച് ചെയ്ത് എനിക്കിങ്ങനെ മുറി എപ്പോഴും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോലും റീഅറേഞ്ച് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ശീലം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് മാത്രമാണെന്ന് അറിയത്തില്ല, എനിക്കിങ്ങനെ മുറി ഒരേപോലെ തന്നെ എപ്പോഴും ഇരുന്ന് കഴിഞ്ഞാൽ എന്തോ പോലെ എന്താ അതും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരുന്ന് കേട്ടോ ഷൂട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നലെ ഞാൻ ടേബിൾ ഇങ്ങോട്ടാക്കി. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പുതിയ സെറ്റപ്പിലാണ് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. ഇവിടെ കുറച്ച് തുണികൾ കിടപ്പുണ്ട്, അലക്കിയിട്ട് കൊണ്ടിട്ടുണ്ട്. ആ തുണി മടക്കി വയ്ക്കാനുണ്ട്, വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അതിന് മുന്നേ ക്ലീൻ ചെയ്തിട്ടൊന്ന് ഫ്രഷ് ആവണം, അതിനുശേഷം വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ മാക്സിന്ന് വീട്ടിൽ ഇടുന്ന കുറച്ച് ഡ്രസ്സസ് ഉണ്ടല്ലോ, ഫുഡിൻ്റെ അതുവരെയുള്ള ഡ്രസ്സസ്, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹോൾ വീഡിയോ ചെയ്യണോ വേണ്ടോ ഞാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവം. കുറേ പേർക്കൊക്കെ ഹെൽപ്ഫുൾ ആവും. ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിച്ചതാണ് കേട്ടോ മാക്സിന്. ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ഞാൻ ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് മാക്സിൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആ സംഭവം. അപ്പോൾ ഞാനിപ്പോൾ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഞാൻ അതേ ഫ്രഷ് ആയിട്ട് വന്നു. ഇനി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ട്രൈപോഡ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം, എന്നിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ക്യാമറയാണ്. സോ ഐ ആം സോ പ്രൗഡ് ഓഫ് ഇറ്റ്. ബിക്കോസ് ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് വാങ്ങിയ ക്യാമറയാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ റിംഗ് ലൈറ്റ് ഞാൻ വാങ്ങിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മോസ്റ്റ്ലി മോസ്റ്റ് ഓഫ് ദ ടൈം രാത്രിയാണ് ഷൂട്ട് ചെയ്യാറ്. പക്ഷെ എനിക്ക് ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നതാണ് ഭയങ്കര ഇഷ്ടം. കാരണം ഡേ ലൈറ്റിൽ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് ശരിക്കും എനിക്ക് റിംഗ് ലൈറ്റിൽ തോന്നിയിട്ടില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് അതേ ഉള്ളൂ, ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ റിംഗ് ലൈറ്റും കൂടെ എൻ്റെ കൂടെ വാങ്ങിയത്. ഓക്കെ, ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നതാണ് ഭയങ്കര നല്ലത്. നിങ്ങൾക്ക് അതിന് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഡേ ലൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് പോട്ടാം. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ക്യാമറ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളിപ്പോൾ രാത്രി സമയത്താണ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റിംഗ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. കാരണം ഫോണായാലും നല്ലൊരു ക്വാളിറ്റി വീഡിയോ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും ഫോണായാലും.
ലൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് സാധനം ക്യാമറ ആയാലും ഫോണായാലും ലൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഈ ഡ്രസ്സിലാണോ ഷൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് ഡ്രസ്സ് മാറ്റണം. ഇതൊരു ഞാൻ ഡ്രസ്സ് ഏതാണെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പം ഞാൻ ഡ്രസ്സ് പോയി ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ. സോ അപ്പോൾ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ കുറച്ച് അലങ്കോലമായിട്ട് കിടപ്പുണ്ട്, അതൊക്കെ ഇനി മാറ്റണം. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റെ ഫേസ് ഒന്ന് മൊത്തത്തിൽ മാറ്റണം. നന്നായിട്ടില്ലേ? ഈ മേക്കപ്പ് ലുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് ലുക്കാണ്. അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ റീൽസ് ആയിട്ട് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. സിമ്പിളാണ് കേട്ടോ, ഭയങ്കര ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു 4-5 പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്തൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റണം. അപ്പോൾ ഞാൻ സാധാരണ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത് ഗാർണിയറിൻ്റെ നമ്മുടെ മേക്കപ്പ് റിമൂവർ വെച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് പ്ലമ്മിൻ്റെ ഈ ഒരു എന്താ ക്ലെൻസിങ് ബാമും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് ക്ലെൻസിങ് ബാം യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇപ്പം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ക്യാമറയിൽ നിന്ന് ഫോണിലോട്ട് മാറ്റണം. ഞാൻ ലാപ്ടോപ്പിലല്ല വീഡിയോ എഡിറ്റ് ചെയ്യണത്, ഫോണിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനി ഫോണിലേക്ക് മാറ്റണം. ഫോണിലാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നാളത്തേക്കുള്ള കാര്യം കൂടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ഈ ഈവനിങ് ഇൻ മൈ ലൈഫ് ഇവിടെ തീരാണ്. ഈ ഒരു പ്ലാനറിന്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ നാളത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതായത് നാളെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ അത്രേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കും. പിന്നെ സമയം കിട്ടുന്നത് പോലെ ബാക്കി ചെയ്യും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഈ ഒരു ഈവനിങ് ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. പിന്നെ താഴെ കോമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ല എന്താണെന്ന് വെച്ചാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കോമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും ബൈ.